السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ നമ്മൾ 69 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞതല്ലേ. ബനി ഇസ്രായേലിന്റെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൽപ്പിച്ചപ്പം അത് അവര് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അള്ളാഹുവിന്റെ ആ കൽപ്പനയെ അനുസരിക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ കാണാണ്ടായി. ഇൻഷാ അല്ലാഹ് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇന്ന് ശരിക്കും 4 ആയത്ത് എടുക്കാവുന്നതാണ്, കാരണം കണ്ടന്റ് ഒരുപാടില്ലാത്ത ആയത്തുകളാണ്. പക്ഷെ നിങ്ങൾക്ക് എക്സാമിന് ഹെവി ആക്കണ്ടെന്ന് വിചാരിച്ച് 2 ആയത്തിൽ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് 70ഉം 71ഉം ആയത്തുകൾ നോക്കാം ഇൻഷാ അല്ലാഹ്. 70ാമത്തെ ആയത്ത് قالوا ادع لنا ربك يبين لنا ما هي إن البقرة تشابه علينا وإنا إن شاء الله لمهتدون. അവർ പറഞ്ഞു, അത് ഏത് തരമാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ നിന്റെ രക്ഷിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. തീർച്ചയായും പശുക്കൾ പരസ്പരം സാദൃശ്യമുള്ളതായി ഞങ്ങൾക്ക് തോന്നുന്നു. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന്റെ മാർഗനിർദ്ദേശപ്രകാരം തീർച്ചയായും ഞങ്ങൾ പ്രവർത്തിക്കാം. വാക്കാർത്ഥം നോക്കാം. ആദ്യത്തെ ഭാഗം നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള അതേ വാക്കുകളൊക്കെ തന്നെയാണ്. ഖാലു അവർ പറഞ്ഞു, ഉദഉ നീ പ്രാർത്ഥിക്കുക, നീ വിളിക്കുക, ലനാ ഞങ്ങൾക്ക് വേണ്ടി, റബ്ബക നിന്റെ റബ്ബിനോട്, യുബയ്യിൻ അവൻ വ്യക്തമാക്കി തരട്ടെ, ബയാൻ ബയ്യിന ഒക്കെ നമ്മൾ ഇന്നലെ കണ്ടു, ലനാ ഞങ്ങൾക്ക് വേണ്ടി, മാ എന്ത്, ഹിയ അത് അല്ലെ, പശുവിനെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് സ്ത്രീലിംഗം ഹിയ അവൾ, അത്, ഇന്ന നിശ്ചയമായും, അൽ ബഖർ പശുക്കൾ എന്നാണ് നമുക്ക് വിശദീകരണത്തിൽ കാണാൻ കൂടുതൽ. തശാബഹ സാദൃശ്യമുള്ളതായിരിക്കുന്നു അല്ലെങ്കിൽ സദൃശ്യമായിരിക്കുന്നു, ഒരുപോലെ തോന്നുന്നു. അലൈന ഞങ്ങൾക്ക്, വ ഇന്ന നിശ്ചയമായും ഞങ്ങൾ, ഇവിടെ വ പ്ലസ് ഇന്ന പ്ലസ് ന ആണ്. ഓക്കെ, അപ്പോൾ നിശ്ചയമായും ഞങ്ങൾ, ഇത് ഈ അർത്ഥങ്ങൾ നമ്മൾ ഓൾറെഡി ഉള്ള ഒരു ട്രാൻസ്ലേഷൻ ബുക്കിൽ നിന്ന് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ സൈറ്റിൽ നിന്ന് എടുക്കുന്നതാണ്. അവിടെ തീർച്ചയായും ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന എന്ന് പറഞ്ഞാൽ ഇന്ന പ്ലസ് ന ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലെ, ഇന്നയുടെ അറ്റാച്ച്മെന്റ് പറഞ്ഞപ്പോൾ ഒന്നെങ്കിൽ അത് ഇന്ന ആവും അല്ലെങ്കിൽ ഇന്നന ആവും. അതുപോലെ ഇന്ന പ്ലസ് അന ആവുമ്പോൾ ഇന്നി അല്ലെങ്കിൽ ഇന്നനി എന്നാണ് വരാം. ഓക്കെ, അപ്പം ഇവിടെ വ പ്ലസ് ഇന്ന പ്ലസ് ന ആണ്, വ ഇന്ന തീർച്ചയായും ഞങ്ങൾ, ഇൻഷാ അള്ളാഹു, ഇൻ എന്ന് വെച്ചാൽ എങ്കിൽ എന്നുള്ള അർത്ഥമാണ്. ഇൻഷാ അള്ളാഹ് അല്ലെ, നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ, ലമുഹ്തദൂൻ ഞങ്ങൾ നേർമാർഗം പ്രാപിക്കുന്നവർ തന്നെ. നമുക്ക് തഫ്സീർ നോക്കാം ഇൻഷാ അള്ളാഹ്. ഖാലു അവർ പറഞ്ഞു, ഉദഉ ലനാ റബ്ബക് നീ നിന്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യുബയ്യിൻ ലനാ അവൻ ഞങ്ങൾക്ക് അത് വിശദീകരിച്ചു തരട്ടെ. മാഹിയ അത് എന്താണെന്ന്. മാഹിയ ഹിയ നമ്മൾ പറഞ്ഞു പശുവാണ്. ഓക്കെ, അപ്പൊ ആ പശുവിനെ കുറിച്ച് അവൻ ഞങ്ങൾക്ക് ഒന്നും കൂടെ വിശദീകരിച്ചു തരട്ടെ. ഇനി എന്തിനാ വിശദീകരണം അല്ലെ, എന്തിനാന്ന് നോക്കാം. എന്താ അവർ പറയുന്നത്, അതിനുള്ള അവർ കാരണം എന്താന്ന് വെച്ചാൽ, ഇന്നൽ ബഖറ നിശ്ചയമായും പശുക്കൾ, തശാബഹ അലൈന ഞങ്ങൾക്ക് ഒരുപോലെ തോന്നുന്നു. അൽ ഇവിടെ നമുക്ക് അൽ ബഖർ ആണ്. നമ്മൾ ഇതുവരെ കണ്ടത് ബഖറ ആയിരുന്നു അല്ലെ, അവസാനത്തിൽ ഒരു ത ഉള്ള, ത മർബൂത്ത ഉള്ള ബഖറ ആണ് നമ്മൾ കണ്ടത്. ഇത് ബഖർ ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ ത ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ബഖറ എന്ന് പറഞ്ഞാൽ ഒരു പശുവാണ്, സിംഗുലർ ആണ്, ഏകവചനാണ്. ബഖർ എന്ന് പറയുന്നത് ബഖറയുടെ ഒരു പ്ലൂറൽ ആണ്. ആക്ച്വലി ബഖറയ്ക്ക് ഒന്നിൽ കൂടുതൽ ബഹുവചനങ്ങളുണ്ട്. പല ഡിക്ഷണറിയിൽ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ബക്കർ എന്ന് പറയുന്നത് പശുവിന്റെ ഒരു പ്ലൂറൽ ആണ്, പശുക്കൾ, അല്ലെങ്കിൽ ഇത് മെയിൽ ഓർ ഫീമെയിൽ പശു, അതായത് കാളക്കും ഉപയോഗിക്കുന്ന ഒരു പ്ലൂറൽ തന്നെയാണ് അൽ ബക്കർ എന്ന് പറയുന്നത്. വേറെ ഈ ബക്കറ എന്ന് പറയുന്ന വാക്കിന് വേറൊരു അർത്ഥവും കൂടെ പറയുന്നുണ്ട്. എന്തെങ്കിലും രണ്ട് കാര്യത്തിനെ സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, രണ്ടെണ്ണത്തിനെ ഡിവൈഡ് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക.
അതുകൊണ്ടാണ് ഈ ഒരു സൂറത്തിന് ബഖറ എന്ന പേര് വന്നതെന്നും കൂടെ പറയേണ്ടത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അഅലം. അതായത് സത്യവും അസത്യവും ശരിയും തെറ്റും വേർതിരിക്കുന്ന ഒരു സൂറത്താണിത് അല്ലെ. സുബ്ഹാനല്ലാഹ്, ഏകദേശം നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാ നിയമങ്ങളും സൂറത്തുൽ ബഖറ പഠിച്ചു കഴിയുമ്പോഴേക്ക് അല്ലെ ഒരു മെജോറിറ്റി കാര്യങ്ങൾ, അപ്പൊ ശരിയും തെറ്റും തമ്മിൽ കറക്റ്റ് ആയിട്ട് വേർതിരിക്കുന്ന, അല്ലെങ്കിൽ നന്മയും തിന്മയും വേർതിരിക്കുന്ന ഒരു വാക്കും കൂടെയാണ് അത്. അങ്ങനെ ആ അർത്ഥം വരുന്ന ഒരു വാക്കും കൂടെയാണ് ബഖറ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ പറയുന്നത് നിശ്ചയമായും ഇന്നൽ ബഖറ അല്ലെ, ആ പശുക്കൾ എന്താണ്, തശാബഹ. തശാബഹ ഷീൻ ബ ഹ, നമ്മൾ ഈ വാക്ക് മുമ്പും കണ്ടിട്ടുണ്ട്. മുത്തശാബിഹ അല്ലെ, ജന്നത്തിന്റെ ആയത്ത്, സ്വർഗത്തിന്റെ ആയത്തിൽ അവിടുത്തെ പഴങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ മുത്തശാബിഹ, എല്ലാം നമുക്ക് ഒരുപോലെ തോന്നും അല്ലെ, ലുക്ക് ലൈക്ക്. അതുപോലെ ഇവിടെ ഇപ്പൊ കുറെ പശുക്കളുണ്ട്, എല്ലാത്തിനെയും നമുക്ക് ഒരുപോലെ തോന്നുന്നു അവർ പറയാം. ഓക്കെ, അത് എന്തെങ്കിലും രണ്ടെണ്ണത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നിനെ മറ്റേതിൽ നിന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയ്ക്കാണ് ഈ ഒരു മുത്തശാബിഹ തശാബഹ എന്ന് പറയുന്നത്. എന്താണെന്ന് കൺഫ്യൂഷൻ ആവുക. നമ്മളിപ്പോ ട്വിൻസിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ ഐഡന്റിക്കൽ ട്വിൻസിനെ അവരെ വീട്ടുകാർക്ക് എന്തെങ്കിലും അടയാളം ഉണ്ടാവും, പക്ഷെ നമുക്ക് കാണുമ്പോൾ അത് ഇന്ന ആളാണോ മറ്റേതാണോ, നമുക്ക് ചിലപ്പോൾ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും. രണ്ടും ഒരുപോലെ ഇരിക്കുന്ന അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന അവസ്ഥയ്ക്കാണ് മുത്തശാബിഹൻ അല്ലെങ്കിൽ തശാബഹ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പറയുന്നത് എല്ലാ പശുക്കളും നമുക്ക് ഒരുപോലെ തോന്നുന്നു. അപ്പം ശരിക്കും മനസ്സിലാവുന്നില്ല ഏത് പശുവിനെ എടുക്കണം. സുബ്ഹാനല്ലാഹ് അല്ലെ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട്, അതായത് ഇന്ന പ്രായമായിരിക്കണം പശുവിന്, ഇന്ന കളറായിരിക്കണം പശുവിന് എന്നൊക്കെ പറഞ്ഞിട്ടും അവര് പറയാണ് നമുക്ക് എല്ലാ പശുക്കളെയും ഒരുപോലെ തോന്നുന്ന. സുബ്ഹാനല്ലാഹ്, ഈ പറഞ്ഞ കണ്ടീഷൻസ് ഉള്ള പശുക്കളെ തിരഞ്ഞെടുക്കാൻ അല്ലെ, അല്ലെ ആദ്യമേ പശുവിനെ അറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അതായിരുന്നു അവർക്ക് കൂടുതൽ എളുപ്പം. അതിനുശേഷം അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് പശുക്കളുടെ പ്രായം പറഞ്ഞു കൊടുത്തു, പശുവിന്റെ നിറം പറഞ്ഞു കൊടുത്തു അല്ലെ. അപ്പൊ അവർക്ക് ഒന്നും കൂടെ എളുപ്പമായി ആ ഒരു പശുവിനെ തെരഞ്ഞെടുക്കാൻ. അവര് പറയാ പക്ഷെ നമുക്ക് എല്ലാ പശുക്കളെയും ഒരുപോലെ തോന്നുന്ന. സുബ്ഹാനല്ലാഹ് അല്ലെ. എന്നിട്ട് അവര് പറയണ വ ഇന്ന, നിശ്ചയമായി ഞങ്ങൾ ഇൻഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ല മുഹ്തദൂൻ, ഞങ്ങൾ എന്തായേക്കാം, നേർവഴിയിലാക്കപ്പെട്ടേക്കാം. ഇവിടുത്തെ ഈ ലാം എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ ലന ആ ലാ അല്ല. ഓക്കെ, ആ ലാ എന്ന് പറയുന്നത് എന്താണ്, എന്തെങ്കിലും ഒരാൾക്ക് വേണ്ടി അല്ലെ. ലന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി, ലില്ലാഹി അള്ളാഹുവിന് വേണ്ടി. ഇവിടുത്തെ ലാമ തൗക്കീദ് എന്ന് പറയും. തൗക്കീദ് എന്ന് വെച്ചാൽ സ്ട്രെസ് കൊടുക്കുന്ന, ഉറപ്പായിട്ടും നിശ്ചയമായിട്ടും എന്ന് പറയുന്ന ലാമാണ് ഈ ലാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഹർഫുകള് പല സിറ്റുവേഷനിൽ പല അർത്ഥങ്ങളിൽ വരും. നമ്മൾ കഴിഞ്ഞ ഗ്രാമർ ടിപ്സ് ക്ലാസ്സിൽ പറഞ്ഞത് ഓരോ ഹർഫിന്റെയും മെയിൻ മീനിങ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരേ ഹർഫ് ചിലപ്പം 5ഉം 10ഉം മീനിങ്ങുകളിലൊക്കെ വന്നേക്കാം. അത് ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ എടുക്കുന്നതാണ് കൂടുതൽ ഉത്തമം. അല്ലാതെ നമ്മൾ എല്ലാം കൂടെ പഠിച്ചു നോക്കാൻ പറഞ്ഞാൽ കൺഫ്യൂഷൻ ആയിപ്പോ. അപ്പം ഇവിടുത്തെ ല എന്ന് പറയുന്നത് ല മുഹ്തദൂൻ എന്ന് പറയുന്നത് നിശ്ചയമായും ഞങ്ങൾ എന്തായേക്കാം, നേർവഴി കാണിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഹിദായത്തിലാക്കപ്പെട്ടേക്കാം. മുഹ്തദൂൻ എന്ന് പറയുന്നത് മുഹ്തദിന്റെ പ്ലൂറൽ ആണ്. ഹിദായത്ത് ലഭിക്കുക അല്ലെങ്കിൽ ഹിദായത്ത് സ്വീകരിക്കുക എന്നൊക്കെ അർത്ഥം. അങ്ങനെയുള്ള ആളുകൾക്കാണ് മുഹ്തദ് എന്ന് പറയുന്നത്. അപ്പം അള്ളാഹുവിന് വേണം എന്നുണ്ടെങ്കിൽ, അതായത് അള്ളാഹു ഞങ്ങൾക്ക് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്തേക്കാം അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ ആണ് അല്ലെ. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ, കൂടുതൽ ക്ലിയർ ആക്കുകയാണെങ്കിൽ ഞങ്ങൾ, അള്ളാഹുവിന് അത് നിർബന്ധമുണ്ടെങ്കിൽ എന്ന പോലെയാണ് പറയുന്നത്. ഓക്കെ, അവരുടെ അർത്ഥം എന്താന്ന് വെച്ചാല്, സത്യം പറയണെങ്കിൽ അവർക്ക് ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ അള്ളാഹ്ക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്യാം. നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹ്ക്ക് നമ്മൾ അത് ചെയ്യണം നിർബന്ധമില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്, അവര് എന്താണ്, ഒരു തരത്തിലുള്ള എസ്കേപ്പിസം ആണ് അല്ലെ. നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ തന്നെ പറയാൻ നമ്മൾ കേൾക്കാറുണ്ട്, അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ നിസ്കരിക്കുമായിരുന്നു അല്ലെ, അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ നല്ല മനുഷ്യനാവുമായിരുന്നു, അല്ലെങ്കിൽ കളവ് പറയുന്നത് നിർത്തുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യായിരുന്നു അത് ചെയ്യായിരുന്നു. ചിലരിങ്ങനെയും പറയാറുണ്ട്, അള്ളാഹ്ക്ക് ഞാൻ ഇപ്പം അടിച്ചു പൊളിക്കുന്നതാണ് ഇഷ്ടം, കുറച്ചു കാലം കഴിഞ്ഞിട്ട് നന്നായാൽ മതി, അതുകൊണ്ടല്ല അള്ളാഹ് എനിക്കത് തോന്നിപ്പിക്കാത്തത്. സുബ്ഹാനല്ലാഹ് അല്ലെ. എല്ലാവർക്കും ഒരു എസ്കേപ്പ് ആണ്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിൽ പഴിചാര, അള്ളാഹുവിൽ കുറ്റം ചുമത്തുന്ന ഒരു രീതിയാണ്. ഇത് തന്നെയാണ് ഇവർ ബനി ഇസ്രായേലും ചെയ്തത്. ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ പശുവിനെ അറക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇതിപ്പോ ഇത്രയും ഇങ്ങനെ ബുദ്ധിമുട്ടായ സ്ഥിതിക്ക് അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാം. അള്ളാഹ്ക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന് നിർബന്ധമാണെങ്കിൽ നമ്മൾ ചെയ്യാം എന്നുള്ള പോലെ. സത്യം പറയുകയാണെങ്കിൽ അതൊരു സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ആയിരുന്നു അവർക്ക് കൊടുത്തത് അല്ലെ. നിങ്ങളൊരു പശുവിനെ അറക്കുക, അത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരത് കോംപ്ലിക്കേറ്റഡ് ആക്കിയപ്പം അള്ളാഹു എന്താക്കി, വീണ്ടും വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആക്കി. ഇന്ന ഇൻഷാ അള്ളാഹു ല മുഹ്തദൂൻ, അള്ളാഹു ഉദ്ദേശിച്ചാൽ നമ്മൾ അത് ചെയ്യും.
ഒരു തഫ്സീറിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവര് ഈ ഒരു കാര്യം പറഞ്ഞപ്പം ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ ഒരിക്കലും ഒരു ശരിയായിട്ടുള്ള അതായത് അവർക്ക് അറക്കാൻ പറ്റിയ ഒരു പശുവിലേക്ക് അവരെ എത്തിക്കൂലായിരുന്നു. അവർ ഈ പശുവിനെ തേടി 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 കലാകാലം ആ ഒരു താഴ്വരയിൽ അലഞ്ഞിരുന്നേനെ. പക്ഷെ അവരുടെ വായിന്ന് ഈ ഒരു കാര്യമെങ്കിലും ഇൻഷാ അള്ളാഹ് എങ്കിലും വന്നത് കൊണ്ടാണ് അവർക്ക് ആ ഒരു പശുവിനെ കണ്ടുപിടിക്കാനും അറക്കാനും പറ്റിയത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവർ അത്രയും കാലം ഈ ഒരു കാര്യം പറഞ്ഞിട്ട് വെറുപ്പിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. അടുത്ത ആയത്ത് നോക്കാം. ഖാല ഇന്നഹു, അതായത് ആയത്ത് 71. ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ദലൂലുൻ തുസീറുൽ അർദ വലാ തസ്ഖിൽ ഹർസ മുസല്ലമത്തുൻ ലാ ശിയത ഫീഹാ ഖാലുൽ ആന ജിഅത ബിൽ ഹഖി ഫദബഹൂഹാ വമാ കാദു യഫ്അലൂൻ. അപ്പോൾ മൂസ പറഞ്ഞു, നിലം ഉഴുതുവാനോ വിള നനയ്ക്കുവാനോ ഉപയോഗപ്പെടുത്തുന്നതല്ലാത്ത, പാടുകളൊന്നുമില്ലാത്ത, അവികലമായ ഒരു പശു ആയിരിക്കണം, അതായത് വൈകല്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പശു ആയിരിക്കണം അതെന്നാണ് അള്ളാഹു പറയുന്നത്. അവർ പറഞ്ഞു, ഇപ്പോഴാണ് താങ്കൾ ശരിയായ വിവരം വെളിപ്പെടുത്തിയത്. അങ്ങനെ അവർ അതിനെ അറുത്തു. അവർക്കത് നിറവേറ്റുക എളുപ്പമായിരുന്നില്ല. വാക്കർത്ഥം നോക്കാം. ഖാല, അവൻ പറഞ്ഞു, മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും അവൻ, യഖൂലു, അവൻ, അള്ളാഹു പറയുന്നു, ഇന്നഹ, നിശ്ചയമായും അത്, അതായത് പശു. ഇവിടെ അല്ലേ ഈ 3 സ്ഥലത്തും ആരാണെന്ന് എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടില്ല അല്ലെ, പക്ഷെ നമുക്ക് കാര്യം മനസ്സിലാവും. ഖാല എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു എന്നാണ്. ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിനെയാണ് ഉദ്ദേശിച്ചത്. ഇന്നഹു, നിശ്ചയമായും അവൻ, യഖൂലു, അവൻ പറയുന്നു, അത് അള്ളാഹു സുബ്ഹാനഹു തആലയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നഹ എന്ന് പറയുന്നത് നിശ്ചയമായും അത്. ഓക്കെ, അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് പശുവിനെയാണ്. ഒക്കെ എന്താണ് നമ്മൾ പറഞ്ഞ പോലെ ദമീർ ഉപയോഗിച്ചിട്ടാണ് അല്ലെ, ഹു ഹ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ആരെയാ റെഫർ ചെയ്യുന്നത് നമുക്ക് ഇപ്പം നമുക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. ബഖറത്തുൻ, അത് ഒരു പശുവാണ്. ലാ ദലൂലുൻ, അത് ശീലിപ്പിക്കപ്പെട്ടതല്ല എന്ന് പറയുന്നു. അതായത് അതിനെ ട്രെയിൻ ചെയ്തതല്ല. ദലീൽ എന്നുള്ള വാക്ക് നമുക്ക് കൂടുതൽ തഫ്സീറിൽ കാണാം. അതായത് ട്രെയിൻ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇണക്കപ്പെട്ട പശു അല്ല. തുസീറു, ഉഴുതുക. ഓക്കെ, നിലം ഉഴുതുന്നതിനാണ് തുസീറു എന്ന് പറയുന്നത്. അൽ അർദ്, ഭൂമി അല്ലെങ്കിൽ നിലം. വലാ തസ്ഖി, നനയ്ക്കുകയുമില്ല. തസ്ഖ് സീൻ ഖാഫിയ, നമ്മൾ മുമ്പ് ഈ വാക്ക് കണ്ടിട്ടുണ്ട് നനയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അൽ ഹർസ, കൃഷിസ്ഥലം അല്ലെങ്കിൽ ഒരു വിള എന്നുള്ള അർത്ഥം. മുസല്ലമത്തുൻ, മുസല്ലമത്തുൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സലീം എന്ന് പറയല്ലോ അല്ലെ, കൽബുൻ സലീം, അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള, ഒരു കുഴപ്പവും ഇല്ലാതെ, എല്ലാ ദോഷങ്ങളിൽ നിന്നും വിമുക്തമായ, വൈകല്യങ്ങളൊന്നും ഇല്ലാത്ത എന്നർത്ഥം. ലാഷിയത്ത, ഒരു അടയാളവുമില്ല, ഒരു കലയും ഇല്ല. ഫീഹ, അതിൽ, അത് ഇവിടെ എന്താണ്, അത് പശുവാണ്. ഓക്കെ, അപ്പൊ എപ്പോഴും ഹ എന്നാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. ബഖറ എന്നുള്ള സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ഫീഹ എന്ന് പറയുന്നത്. ഖാലു, അവർ പറഞ്ഞു, അൽ ആന, ഇപ്പോൾ, ജിത്ത, നീ വന്നു. ആക്ച്വലി ഇത് ജിത്ത ബി ആണ്, അടുത്ത വാക്ക് ജിത്ത ബിൽ ഹഖ് എന്ന് പറഞ്ഞ, അപ്പം നീ കൊണ്ടുവന്നു എന്ന് അർത്ഥം വരും. അപ്പം ജിത്ത ബിൽ ഹഖി, നീ സത്യവും കൊണ്ടുവന്നു, നീ യാഥാർത്ഥ്യവും കൊണ്ടുവന്നു. ഫദബഹൂഹ, ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആണിത്. ഫദബഹൂഹ, ഫ അതുകൊണ്ട്, ദബഹു അവർ അറുത്തു, ഹ അതിനെ, അതുകൊണ്ട് അവർ അതിനെ അറുത്തു. അങ്ങനെ അവർ അതിനെ അറുത്തു. ദബഹ എന്ന് പറഞ്ഞാൽ അവൻ അറുത്തു. ദബഹു, അവർ അറുത്തു. ഓക്കെ, ആക്ച്വലി ദബഹു എന്ന് പറയുന്നത് വാവ് അലിഫ് ഉണ്ട്. പക്ഷെ ഇവിടെ അതിന്റെ ശേഷം ഹ അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ട്, ഒരു ദമീർ അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ട് അലിഫ് ഡ്രോപ്പ് ആവുകയാണ്. അപ്പോൾ വാവ്, അപ്പൊ ആ വാവ് മാത്രമാണ് ഇവിടെ പ്ലൂരലിനെ സൂചിപ്പിക്കുന്നത്. ദബഹ, അവൻ അറുത്തു. ദബഹു, അവർ അറുത്തു. ദബഹു വിത്ത് വാവ് അലിഫാണ്, അലിഫ് ഡ്രോപ്പ് ചെയ്ത് അവിടെ ഹ വരെയാണ്. ഹ എന്ന് പറഞ്ഞാൽ അതിനെ, അതായത് ഈ പശുവിനെ. ഓക്കെ, ഫദബഹൂഹ, അതുകൊണ്ട് അവർ അതിനെ അറുത്തു, അല്ലെങ്കിൽ അങ്ങനെ അവർ അതിനെ അറുത്തു. വമാ, അല്ല, ആൻഡ് നോട്ട്, വാ എന്ന് പറഞ്ഞാൽ ആൻഡ്, മാ നോട്ട്. ഓക്കെ, വമാ കാതു, അവർ ആകുമായിരുന്നില്ല, അവർ എത്തുമായിരുന്നില്ല, അതിന്റെ അടുത്ത് പോലും എത്തുമായിരുന്നില്ല എന്നുള്ള രീതിയിൽ. യഫ്അലൂൻ, അവർ അത് ചെയ്യുന്നവർ. അപ്പൊ അവർ ചെയ്യുന്നവര് ആകുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് തഫ്സീർ നോക്കാം. വീണ്ടും മൂസ അലൈഹി ഇസ്ലാം അവരുടെ അടുത്ത് ചോദിക്കണം. അതായത് മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് അവർ പറഞ്ഞല്ലോ ഇതെല്ലാം ഒരുപോലെ തോന്നുന്നു, ഒന്നും കൂടെ ക്ലിയർ ആക്കി തരാൻ പറയാന്ന്. അതിനുള്ള മറുപടിയായിട്ട് മൂസ അലൈഹി ഇസ്ലാം പറയാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു,
ഇന്നഹു നിശ്ചയമായും അവൻ യഖൂലു അവൻ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നഹ നിശ്ചയമായും അത് ബഖറത്തുൻ അതൊരു പശുവാണ്, ലാ ദലൂലുൻ അത് ദലൂലാവരുത്. ദലൂലിന്റെ റൂട്ട് ദാൽ ലാം ലാം. നമ്മൾ ഇതേ റൂട്ടിൽ നിന്ന് ഒരു വാക്ക് കുറച്ചു മുമ്പേ പഠിച്ചിരുന്നു അല്ലെ, ദില്ലത്തു വൽ മസ്കന. ദില്ല എന്ന് പറഞ്ഞാല് എന്താണ്? അവർക്ക് അപമാനം അല്ലെ, അവരെ തരം താഴ്ത്തലായിരുന്നു. സുബ്ഹാനല്ലാഹ്, ബനി ഇസ്രായേലിന് അല്ലാഹു സുബ്ഹാനഹു തആല മസ്കനയും ദില്ലയും കൊടുത്ത് അവരെ അപമാനിച്ചു, തരം താഴ്ത്തി. അപ്പൊ ദലൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, കീഴടക്കപ്പെട്ട, ആരെങ്കിലും ഒരാളുടെ കീഴില് നിയന്ത്രിക്കപ്പെട്ട് മെരുക്കപ്പെട്ട് ഇണക്കപ്പെട്ട ഒരു മൃഗം, ഒരു പശു. ഓക്കെ, അപ്പം ദലൂലായിട്ടുള്ള പശു എന്ന് പറഞ്ഞാൽ താഴ്ത്തപ്പെട്ട അല്ലെങ്കിൽ കീഴടക്കപ്പെട്ട മെരുക്കപ്പെട്ട ഒരു പശു ആവരുത്. അപ്പം ഒരു മൃഗം മെരുക്കപ്പെടുന്നെന്ന് പറയുന്നത് അതിന് അല്ലെ എന്തെങ്കിലും ഒരു പണിക്ക് വേണ്ടിയിട്ട്, അപ്പൊ നമ്മൾ സാധാരണ ഒരു വീട്ടിലോ അല്ലെ ഏതെങ്കിലും ഒരു മൃഗത്തിനെ അല്ലെങ്കിൽ ഒരു ജോലിക്കോ ഉപയോഗിക്കുമ്പോൾ അത് വെറുതെ നിൽക്കുന്ന ഒരു മൃഗം വന്നിട്ട് അത് ചെയ്യൂല അല്ലെ, അതിനെ മെരുക്കണം, അതിനെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം, പണിയെടുക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കണം, പല രീതിയിലുള്ള പണികൾ എടുപ്പിക്കാൻ വേണ്ടി അതിനെ പഠിപ്പിക്കണം. അപ്പൊ ആ തരത്തിലുള്ള ദലൂലായിട്ടുള്ള ഒരു മൃഗം ആവരുത്. ഓക്കെ, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അള്ളാഹു എന്താ പറഞ്ഞത്? ഇന്നഹ ബഖറത്തുൻ ലാ ദലൂൽ, നിശ്ചയമായും ആ പശു അത് മെരുക്കപ്പെട്ടത്, അതായത് എന്തെങ്കിലും ഒരു പണിക്ക് വേണ്ടി മെരുക്കപ്പെട്ടതാവരുത്. അതെന്ത് പണികളാ പറയുന്നത്? തുസീറുൽ അർദ. തുസീർ എന്ന് പറയുന്നത് സാറ യസൂറു എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒന്നിനെ ഇളക്കി മറിക്കുക, ഇളക്കി വിടുക. എന്തെങ്കിലും ഒന്നിനെ എന്താണ് പറയാ, തലകീഴെ മറയ്ക്കുന്നതിന് അല്ലെങ്കിൽ ഇളക്കി മറിച്ചിടുന്നതിനാണ് സാറ യസീറു എന്ന് പറയുന്നത്. അപ്പം ഈ പശു മെരുക്കപ്പെട്ടതാവരുത്. എന്തെല്ലാം പണികൾക്ക് വേണ്ടിയിട്ട്? തുസീറുൽ അർദ. നമുക്കറിയാം, നമുക്ക് ഇന്നും അല്ലെ പല കൃഷിസ്ഥലങ്ങളും ഉഴുതുമറിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാളയും പശുവും പോലെയുള്ള മൃഗങ്ങളെ ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ട്. അങ്ങനെ ഇളക്കി മറിച്ച് ഭൂമിനെ കൃഷിക്ക് വേണ്ടിയിട്ട് പാകമാക്കുക അല്ലെ, വിത്ത് പാകാൻ വേണ്ടിയിട്ട് പാകമാക്കുക. അപ്പം അത്തരത്തില് ഒരു ഭൂമിയെ നിലം ഉഴാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പശു ആകരുത്. അപ്പം അത് മെരുക്കപ്പെട്ടതാവരുത്, ഭൂമി ഉഴുതുമറിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാവരുത്. വലാ തസ്ഖിൽ ഹർസ. വലാ തസ്ഖിൽ ഹർസ. തസ്ഖി സീൻ ഖാഫ് യ. നമ്മൾ ഇതിനു മുമ്പ് ഇദിസ്തസ്ഖാ മൂസ ലിഖൗമിഹി ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് വെള്ളത്തിന് വേണ്ടി ചോദിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ റൂട്ടിൽ നിന്നാണ് തസ്ഖി എന്ന് പറയുന്നത്. തസ്ഖി എന്ന് പറഞ്ഞാൽ നനയ്ക്കുക, ഇറിഗേഷൻ നടത്തുക, ഒരു ഭൂമിനെ ഇറിഗേറ്റ് ചെയ്യാന്ന് പറയില്ലേ, വെള്ളം നനയ്ക്കുന്നതിന് അൽ ഹെർസ. ഹെർസ ഹെർസ എന്ന് പറയുന്ന വാക്ക് പാടം, വിളകള് അല്ലെങ്കിൽ കൃഷിസ്ഥലം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം കൃഷിസ്ഥലം നനയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു പശുവും ആവരുത്. ഇങ്ങനെയാണ് ഒരു പശു കൃഷിസ്ഥലത്തിന് നനയ്ക്കുന്നത് അല്ലെ. ചിലർക്കെങ്കിലും അറിയായിരിക്കും, ചിലർ കണ്ടിട്ടും കേട്ടിട്ടും പോലും ഉണ്ടാവില്ല. പശു വെള്ളം എന്താ ബക്കറ്റിൽ കോരി കൊണ്ടി കൃഷി നനയ്ക്കുകയാണോ അല്ലെങ്കിൽ പൈപ്പ് പിടിച്ചു കൊടുക്കുകയാണോ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം എങ്ങനെയാണ് അത് നടക്കുന്നത്? കാരണം മുമ്പൊക്കെ ചില സ്ഥലങ്ങളിൽ ഒരു വാട്ടർ റിസർവോയർ ഉണ്ടാവും ഈ പാടങ്ങളെ നടുവിൽ കൂടെ, ഒരു ചാലോ അങ്ങനെയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഒരു കിണറോ പോലെയുള്ള വാട്ടർ റിസർവോയർ ഉണ്ടാവും. അതിനകത്ത് നിറയെ വെള്ളം ഉണ്ടാവും. എന്നിട്ട് അതിലൊരു വീൽ ഉണ്ടാവും. ആ വീലിന്റെ മേലെ കുറെ ബക്കറ്റുകൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ വീല് മൂവ് ചെയ്യുമ്പോൾ, അതിങ്ങനെ കറങ്ങുമ്പോൾ ഈ ബക്കറ്റുകളൊക്കെ വെള്ളം ഫില്ല് ചെയ്തിട്ട് അത് ഒരു ചാനലിലേക്ക്, അതായത് ഓരോ സ്ഥലം നനയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ട്രീം ഉണ്ടാക്കി അതിലേക്ക് ഇങ്ങനെ വെള്ളത്തിന് റൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് ചിലപ്പോൾ മോട്ടർ എന്നൊക്കെ എനിക്കൊന്ന് മോട്ടർ വെച്ചിട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം ഈ ബക്കറ്റ്, അതായത് ഈ ഒരു വീല് കറങ്ങാൻ വേണ്ടിയിട്ട് പശുക്കളെയോ കാളകളെയോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം വീല് മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ ബക്കറ്റ് വെള്ളം എടുക്കുന്നത്. എന്നിട്ട് ആ വെള്ളം എടുത്തിട്ട് അതിങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. പക്ഷെ ഈ വീല് മൂവ് ചെയ്യിക്കുന്നത് ഇതുപോലെ മൃഗങ്ങളെ ഉപയോഗിച്ചിട്ടായിരിക്കും. ഒരു മൃഗം ഇങ്ങനെ ഒരു ഇതിന് ചുറ്റും നടന്ന് വീല് മൂവ് ചെയ്യിപ്പിച്ചിട്ട് വെള്ളം എടുക്കുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്, ഇതെന്താ കാര്യം എന്ന് മനസ്സിലാവാത്തവർക്ക്, ഇത് പണ്ട് പേർഷ്യയിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വാട്ടർ ഇറിഗേഷൻ മെത്തേഡാണ്. അപ്പൊ ഇതിനകത്ത് ഞാനിപ്പോ പറഞ്ഞ പോലെ ഒരു വീല് കാണാം, വീലിനോട് വെള്ളം ഇങ്ങനെ ബക്കറ്റുകൾ ഘടിപ്പിച്ചത് കാണാം. ആ വീൽ ഇങ്ങനെ കറങ്ങുന്നത് ഈ പറഞ്ഞ കാളകൾ നടക്കുന്നതിനനുസരിച്ച്. അതിങ്ങനെ നടക്കുമ്പോൾ ആ ബക്കറ്റ് വെള്ളം കോരിയിട്ട് ആ വെള്ളത്തിനെ ചാനൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് മോട്ടോർ പോലെ ഉണ്ട്. അപ്പൊ അത് ഓരോ സ്ഥലങ്ങളിലേക്ക്, പാടത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് റൂട്ട് ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, അപ്പം ഇപ്രകാരം വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട്, പാടങ്ങളിൽ വെള്ളം നനയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ച പശുക്കളാവരുത്. പ്ലസ്
മുസല്ലമത്തുൻ, മുസല്ലമയായിരിക്കണം. അതായത് പെർഫെക്റ്റ്ലി സൗണ്ട് ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, ശാരീരികമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പശു ആയിരിക്കണം അല്ലേ? കാരണം സ്വാഭാവികമായിട്ടും ഇങ്ങനെ നല്ല ആരോഗ്യമുള്ള മൃഗങ്ങളെയാണ് ഇത്തരത്തിലുള്ള പണികൾക്ക് ഉപയോഗിക്കുക അല്ലെ? കൃഷി സ്ഥലത്തും അങ്ങനെയുള്ള സ്ഥലത്തും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഉപയോഗിക്കുക. അപ്പം ആ പണിക്ക് ഉപയോഗിക്കാത്തത് എന്ന് പറയുമ്പോൾ നാച്ചുറലി ചിലപ്പം എന്തെങ്കിലും കേടുപാടുള്ള അല്ലെ, ഒരു മുടന്തുള്ളതോ അല്ലെങ്കിൽ അത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതോ ഒക്കെ ആയിരിക്കും. കാരണം ഹെൽത്തി ആയിട്ടുള്ള മൃഗങ്ങളെ എന്തിനു പണിക്ക് ഉപയോഗിക്കും. ഹെൽത്തി അല്ലാത്തതെന്ന് പറയുമ്പോൾ അതിനെന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ കണ്ണ് കാണാത്തതോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം പണിക്ക് ഉപയോഗിക്കാത്തതെന്ന് പറയുമ്പോൾ പിന്നെ പോകുന്ന കാറ്റഗറി എന്തായിരിക്കും? കുറച്ച് ഹെൽത്തി അല്ലാത്തത്. പക്ഷെ അതും പാടില്ല, ഇത് മുസല്ലമ ആയിരിക്കണം. ജോലിക്ക് ഉപയോഗിക്കാനും പാടില്ല, എന്നാൽ നല്ല എന്താണ് സലീമായിട്ടുള്ള, സലാമിന് സേഫ്റ്റി, സെക്യൂരിറ്റി എന്നൊക്കെ അർത്ഥമുണ്ട്. അതായത് എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും സേഫ് ആയിട്ടുള്ള, എല്ലാ തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസിൽ നിന്നും സേഫ് ആയിട്ടുള്ള പെർഫെക്റ്റ് കണ്ടീഷനിലുള്ള ഒരു പശു ആയിരിക്കണം. കൂടുതൽ 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 കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഇങ്ങനെ ഒരു പശുവിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് നിലമുഴാനും, അതായത് പൊതുവേ മൃഗങ്ങളെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നത്, പശുക്കളെയൊക്കെ. അപ്പം അതിനൊന്നും ഉപയോഗിക്കാത്തതായിരിക്കണം എന്ന് പറയുമ്പം ചിലപ്പം എന്തെങ്കിലും ദോഷമുള്ളതിനെയാണ് കിട്ടുക. എന്നാൽ ഈ ദോഷം ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതും പോരാഞ്ഞിട്ട് ലാ ഷിയത്ത ഫീഹ, അതിന്റെ മുകളില് ഒരു അടയാളം പോലും ഉണ്ടാവാൻ പാടില്ല. ഷിയ വാവ് ഷീൻ യ വഷി എന്ന വാക്കിൽ നിന്നാണ്. അതായത് വഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡിഫറെന്റ് കളറുള്ള ഒരു പ്ലെയിനിന്റെ മുകളിൽ, ഒരു പ്രതലത്തിന്റെ മുകളിൽ, അതായത് ഇപ്പൊ ഒരു വൈറ്റ് പേപ്പർ എടുക്കാം. വൈറ്റ് പേപ്പറിന്റെ മുകളിൽ വൈറ്റ് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റൂല അല്ലെ? പക്ഷെ ബ്ലാക്ക് മാർക്ക് ഇട്ടാൽ കാണും. അപ്പം സർഫസ് നമ്മൾ ആ മാർക്ക് ചെയ്യുന്ന പ്രതലത്തിന്റെ മുകളിൽ ഇടുന്ന കളർ ഡിഫറെന്റ് ആയിരിക്കണം, അപ്പോഴേ അത് എടുത്ത് കാണുള്ളൂ. അത്തരത്തിലുള്ള ഒരു കളർ അല്ലെങ്കിൽ ഒരു മാർക്കിനാണ് വഷി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബ്ലാക്ക് പേപ്പറിന്റെ മുകളിൽ ഒരു വൈറ്റ് ഡോട്ട് ഇടുക, അത്തരത്തിലുള്ള മാർക്കുകളാണ് ഷിയ. ഓക്കെ, ഇപ്പം നമ്മൾ ഇതുപോലെയുള്ള മൃഗങ്ങളെ ഇഷ്ടം പോലെ കാണാറുണ്ട് അല്ലെ? ഇപ്പം ഒരു കറുത്ത പുള്ളിയുള്ള അല്ലെങ്കിൽ ബ്രൗൺ പുള്ളിയുള്ള പശു, അല്ലെങ്കിൽ ഒരു കുതിര ഫുൾ ചിലപ്പം വൈറ്റ് കുതിരയായിരിക്കും, അതിന്റെ നെറ്റിയിൽ മാത്രം ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ തിരിച്ച് ഫുൾ ബ്ലാക്ക് ആയിരിക്കും, നെറ്റിയിൽ മാത്രം ഒരു വൈറ്റ്. അപ്പം അത്ര പോലും ഒരു സ്പോട്ട് പോലും ഉണ്ടാവാൻ പാടില്ല, ഫുൾ ഒരേ കളറും മുമ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പം ലാ ഷിയത്ത ഫീഹ, ഒരു സിംഗിൾ മാർക്ക് പോലും അതിന്റെ മുകളിൽ ഉണ്ടാവാൻ പാടില്ല. സ്പോട്ട്ലെസ് ആയിരിക്കണം, പ്ലെയിൻ കളർ ആയിരിക്കണം. നമ്മളെ മനുഷ്യന്മാരെ മേല് അങ്ങനെ ഉണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലെ? എവിടെയെങ്കിലൊക്കെ ഡീകളറേഷൻ നമുക്ക് ഉണ്ടാവും, വെയിൽ തട്ടിയ ഭാഗത്തോ അല്ലെങ്കിൽ മടക്കുന്ന ഭാഗത്തോ നിലം കുത്തുന്ന ഭാഗത്തോ ഒക്കെ. അപ്പം അങ്ങനെ ഒരു മൃഗത്തിനെ കിട്ടാന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു ബുദ്ധിമുട്ടാ. അപ്പൊ ഒരു ഒടിവോ ചതവോ അല്ലെ, ഒരു മുറിവോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു മുറിവിന്റെ അടയാളം ഉണ്ടെങ്കിൽ പോലും അല്ലെ, അതൊന്നും ഉണങ്ങി കിട്ടാൻ എത്ര കാലം എടുക്കും? ഒന്ന് ഇസ്തിരിപ്പെട്ടി തട്ടി കഴിഞ്ഞാൽ അതൊന്നും ഉണങ്ങാൻ എത്ര സമയം എടുക്കും? അപ്പൊ ഒരു മൃഗത്തിന്റെ മുകളിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ കാര്യമൊന്നുമല്ല. അങ്ങേയറ്റം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ചോദിച്ചു വാങ്ങിയതാണ് അവര്. സുബ്ഹാനല്ലാഹ്. ഇത്ര ആയപ്പം ബനി ഇസ്രായേലിന് ബോധം ഉദിച്ച്, നമ്മള് പണി പാളിയിട്ടുണ്ട് അല്ലേ? അത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഇപ്പൊ കിട്ടിയിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് ഒരു പശുവിനെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവരാകെ പ്ലേറ്റ് മറച്ചിട്ട് അവർ ഭയങ്കര സീരിയസ് ആയിട്ട് അവർ പറയാണ്, കാലു, അവർ പറഞ്ഞു, അൽ ആന ജിഅ്ത ബിൽ ഹഖി, ഇപ്പൊ നീ സത്യമാണ് കൊണ്ടുവന്നത്, ഇപ്പൊ ഞങ്ങൾക്ക് കാര്യം പിടികിട്ടി. സുബ്ഹാനല്ലാഹ്. അവര് മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പറയാണ്, അൽ ആന എന്ന് പറഞ്ഞാല് ഈ സമയം, നൗ. ഓക്കെ, ഇപ്പോ എന്നുള്ള അർത്ഥം. ജിഅ്ത എന്ന് പറയുന്നത് ജീം യാ ഹംസ, ജാ എന്ന് പറഞ്ഞാൽ വന്നു അല്ലെ? ജാലുള്ള വാക്കാണ് ജിഅ്ത ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊണ്ടുവന്നു. ഓക്കെ, അപ്പം നീ കൊണ്ടുവന്ന എന്ത്? ഹക്ക്, സത്യം. ഇപ്പൊ നീ സത്യത്തിനെ കൊണ്ടുവന്നു. ഇപ്പോഴാണ് നീ എന്താണ്, എങ്ങനെയാണ് പശുന്ന് കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. സുബ്ഹാനല്ലാഹ്. അവർക്ക് ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. കാരണം ഇനി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പണിയാവുന്ന അവർക്ക് കാര്യം മനസ്സിലായി. അപ്പൊ പറയാണ്, ഇപ്പൊ കറക്റ്റ്, ഇപ്പൊ നീ പറഞ്ഞതൊക്കെ ശരിയാണ്. സുബ്ഹാനല്ലാഹ്. സത്യം പറയുകയാണെങ്കിൽ മൂസ അലൈഹി ഇസ്ലാം അവരുടെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞപ്പം ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബഖറ, അല്ലേ? അള്ളാഹു നിശ്ചയമായി നിങ്ങളുടെ അടുത്ത് ഒരു ബക്കറെ, ഒരു പശുവിനെ അറക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അത് ഹക്കായിരുന്നില്ലേ? അത് സത്യമായിരുന്നില്ലേ അല്ലേ? നിശ്ചയമായും അത് സത്യം തന്നെയായിരുന്നു. പക്ഷേ അവരിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചേ നിന്ന് അവസാനം അവര് പറയാണ്, അൽ ആന ജിഅ്ത ബിൽ ഹഖ്, ഇപ്പൊ നീ സത്യം കൊണ്ടുവന്നു. അപ്പൊ ആദ്യം കൊണ്ടുവന്നത് സത്യമായിരുന്നില്ലേ?
ഇപ്പം ചില പണ്ഡിതന്മാര് ഈ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞതെന്താന്ന് വെച്ചാല്, ആദ്യം മൂസ അലൈഹി ഇസ്ലാം അവരുടെ അടുത്ത് പറഞ്ഞപ്പം അല്ലെ, നിങ്ങളുടെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പശുവിനെ അറക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം അവര് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതത്തഖിദുന ഹുസുവ, നിങ്ങളെന്താ കളിയാക്കാണോ മനുഷ്യനെ അല്ലെ? എന്നിട്ട് അവർ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് അവര് പറയാണ്, ഇപ്പോ ഞങ്ങക്ക് മനസ്സിലായി നീ കളിയാക്കിയതല്ല. സുബ്ഹാനല്ലാഹ്. അന്ന് അവര് മൂസ അലൈഹി ഇസ്ലാം അവരുടെ അടുത്ത് ഒരു കൽപ്പന കൊണ്ടുവന്നപ്പോ അവര് ചോദിച്ചാണ്, അതത്തഖിദുന ഹുസുവ, നീ എന്താ ഞങ്ങളെ പരിഹസിക്കുകയാണോ? പക്ഷെ ഇപ്പോഴവര് പറയാണ്, ഇപ്പൊ ഞങ്ങക്ക് മനസ്സിലായി, നീ കളിയാക്കിയതൊന്നുമല്ല, നീ സീരിയസ് ആയിട്ട് പറയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു പ്രവാചകൻ അള്ളാഹുവിന്റെ കൽപ്പനകളെ കൊണ്ട് പരിഹസിക്കൂ അല്ലെ? അള്ളാഹു നിങ്ങളടുത്ത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, ഹേ ഇല്ല ഞാൻ തമാശക്ക് പറഞ്ഞതാ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു സ്വാലിഹായ ഒരു മനുഷ്യന് പോലും പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പൊ പ്രവാചകൻ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു പ്രവാചകൻ എങ്ങനെയാ അത് ചെയ്യാൻ പറ്റുക? പക്ഷെ ഇവര് ബനി ഇസ്രായേല് അത് കളിയാക്കിയതാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർത്തിട്ട് ഇങ്ങനെ കുറെ കണ്ടീഷൻസ് വന്ന് അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ എത്തിയപ്പോ അവര് പറയാണ്, അൽ ആന ജിഅ്ത ബിൽ ഹഖ്, നീ ഇപ്പോ സത്യം കൊണ്ട് വന്നിരിക്കുന്നു, നീ ഇപ്പൊ സത്യമാണ് പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇതുവരെ നീ പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന പോലെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഫദബഹൂഹ, അവർ അതിനെ അറുത്തു. ഫൈനലി അവര് അതിന് അറുത്തു. കുറേ കാലം അവര് എന്തായാലും ഇതുപോലെ ഒരു പശുവിനെ കണ്ടുപിടിക്കാൻ ഒരുപാട് കാലം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെ? അന്വേഷിച്ചാ കിട്ടുമോ ഇത്രയും കണ്ടീഷൻസ് ഒത്തുവരുന്ന ഒരു പശുവിനെ? ഫദബഹൂഹ, എന്നിട്ട് അള്ളാഹു പറയാണ്, വമാ കാദു യഫഅലൂൻ, അവരത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ അടുത്ത് പോലും എത്തിയവരായിരുന്നില്ല. അവര് ഏകദേശം ചെയ്തില്ല എന്ന് തന്നെ പറയാം. വമാ കാദു, കാദു എന്നുള്ള വാക്ക് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് അല്ലെ? യകാദുൽ ബർഖു, ഇടിമിന്നൽ വന്ന് ഇങ്ങനെ നമ്മള് ഐസ് കാഴ്ച എടുക്കാൻ പോകുന്ന ആ ഒരു സാഹചര്യം അല്ലെ, അങ്ങനെ ആവാൻ പോണ പോലെ എന്ന് പറഞ്ഞു. അപ്പം മാ കാദു, അവര് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന്റെ ആ ഒരു വേർജിൽ അറ്റത്തെത്തുന്നതിനാണ് കാദു എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് മാ കാദു, അവർ അതിലേക്ക് എത്തുന്നവര് പോലും ആയിരുന്നില്ല. അവര് ഓൾമോസ്റ്റ് ചെയ്തില്ല എന്ന് തന്നെ പറയാം. ബട്ട് യഫ്അലൂൻ, അവര് എന്തായി, അത് പ്രവർത്തിച്ചു. അവർ ആ പശുവിനെ കൊന്നു. പക്ഷെ അവര് കൊല്ലാൻ യാതൊരു പ്ലാനും അല്ലെങ്കിൽ അറക്കാൻ യാതൊരു പ്ലാനും ഇല്ലാത്തവരായിരുന്നു. അവർക്ക് അങ്ങനെ ഒരു നിയ്യത്തേ ഉണ്ടായിരുന്നില്ല ചെയ്യണമെന്ന്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സഹായം കൊണ്ട്, അതായത് നമ്മൾ ഇതിന്റെ മുമ്പേ പറഞ്ഞിരുന്നു അല്ലെ, ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങൾക്ക് കിട്ടിയേക്കാം, ഞങ്ങൾ ചെയ്തേക്കാം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ അതിലേക്ക് ഗൈഡ് ചെയ്തത് എന്ന് ഒരു അഭിപ്രായം ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം ഒരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അതുകൊണ്ട് അവരെ അതിലേക്ക് ഗൈഡ് ചെയ്തു, അവർക്ക് അത് ചെയ്യാൻ പറ്റി. എന്നാൽ അവർക്ക് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നവരായിരുന്നില്ല, അവരത് ചെയ്യാൻ പ്ലാനേ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇതിലെ ലെസൺസ് എന്ന് പറയാൻ ഇതിനു മുമ്പുള്ള എല്ലാ ആയത്തുകളെയും വെച്ച് നോക്കുമ്പോൾ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അല്ലെ, നമ്മൾ ഈമാന്റെ ആൾക്കാരാണെന്ന് പറയുമ്പോൾ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് അല്ലെ, അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശ്വാസമാണ് ഏറ്റവും ആദ്യം വരുന്ന വിശ്വാസം. അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ, അതായത് ഈ പറഞ്ഞ സംഭവം ഒരു മുത്തഖിയുടെ ക്വാളിറ്റിയാണ് അല്ലെ. ഗൈബിൽ വിശ്വസിക്കുക, അള്ളാഹുൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മുത്തഖിയുടെ ഏറ്റവും ആദ്യത്തെ ക്വാളിറ്റിയാണ്. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഈമാന്റെ ആളുകളാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ അതേപടി അനുസരിക്കണം. അത് ചിലപ്പോൾ നമുക്ക് മീനിങ് ഫുൾ ആയിട്ടൊന്നും തോന്നിയെന്ന് വരൂല. കാരണം നമ്മളെ മനസ്സിനെ, നമ്മളുടെ ബ്രെയിനിനെ അള്ളാഹു വളരെ നിസ്സാരമായിട്ട്, വളരെ ചെറുതായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ എല്ലാ സ്ട്രാറ്റജീസും, അള്ളാഹുവിന്റെ എല്ലാ കമാൻഡ്സും, അള്ളാഹുവിന്റെ എല്ലാ ചെയ്തികളും മനസ്സിലാക്കാൻ മാത്രം ബുദ്ധി അള്ളാഹു നമുക്ക് തന്നിട്ടില്ല. ഓക്കെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ അടിത്തറ എന്ന് തന്നെ പറയുന്നത് എന്താണ്? അള്ളാഹുവിന് കീഴൊതുങ്ങുക. ഓരോ മുസ്ലിമും അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് കൽപ്പിച്ചോ അതിനെ അപ്പടി മനസ്സുകൊണ്ട് സ്വീകരിച്ച് അതിൽ കീഴൊതുങ്ങുക. നമ്മളുടെ കഴിവിനനുസരിച്ച് അത് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഡ്യൂട്ടി. നമ്മൾ ഈമാൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഈമാനുള്ള ആൾക്കാരാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, അള്ളാഹു പറഞ്ഞതെല്ലാം അതേപടി അനുസരിക്കുക. അള്ളാഹു നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നതെല്ലാം അള്ളാഹുവിന്റെ ഹിക്മത്താണെന്ന് മനസ്സിലാക്കി ചോദ്യങ്ങളില്ലാതെ സ്വീകരിക്കുക അല്ലെ. നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഖദറിനെ ചോദ്യം ചെയ്യുന്നവരാണ്. എന്തുകൊണ്ട് ഇങ്ങനെ, ഞാൻ ഇങ്ങനെ ആക്കി, ഇങ്ങനെയൊക്കെ ആയിട്ട് എന്തുകൊണ്ട് അങ്ങനെ അല്ലെ.
അപ്പം ഇത് ഒരു മുസ്ലിമിനെ പറ്റിയതല്ല. അള്ളാഹുവിന്റെ പല കാര്യങ്ങളും, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച പല കാര്യങ്ങളും ഒരു പക്ഷേ നമുക്ക് അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് മനസ്സിലായില്ല എന്ന് വരാം. പക്ഷെ ചോദ്യം ചെയ്യൽ ഒരു മുസ്ലിമിനെ പറ്റിയതല്ല. നമ്മളുടെ ഏറ്റവും ആദ്യത്തെ കണ്ടീഷൻ, നമ്മളൊരു മുത്തഖിയാവാനുള്ള ഏറ്റവും ആദ്യത്തെ ക്വാളിറ്റി ഗൈബില് വിശ്വസിക്കലാണ്. മുത്തഖിയാണെങ്കിലേ നമുക്ക് ഖുർആനിൽ നിന്ന് ഹിദായത്ത് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഏതെങ്കിലും കൽപ്പനകളിൽ ഇപ്പോഴും തിരിഞ്ഞു നിൽക്കുന്നവരാണെങ്കിൽ നമ്മളുടെ ഹിദായത്തും അതിനനുസരിച്ചേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന കൽപ്പനകളൊക്കെ അതേപടി മനസ്സുകൊണ്ട് സ്വീകരിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. പ്രയാസം ഉണ്ടാകുമ്പോൾ റബ്ബിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക, വീണ്ടും ശ്രമിക്കുക. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. അതാണ് നമ്മളെ ഡ്യൂട്ടി. ഒന്നും അല്ലെ, നമ്മൾ ബുഫേക്ക് പോയിട്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്ത് ഇഷ്ടമില്ലാത്തത് മാറ്റി വെക്കുന്നത് പോലെ അള്ളാഹുവിന്റെ കൽപ്പനകളില്ല. എല്ലാം അനുസരിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാം അനുസരിക്കാനുള്ളതാണെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓവർലോഡ് ആക്കാണ്ട് ഓരോന്ന് എടുത്ത് ഡൈജസ്റ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. വാരി പിടിച്ച് എല്ലാം ഞാൻ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിക്കുമ്പോൾ അതെല്ലാം നമ്മൾ ചെയ്യേണ്ടതായി മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് സമയാസമയങ്ങളിൽ തരുന്ന കൽപ്പനകൾ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു നമുക്ക് അടുത്തത് തരും. പലപ്പോഴും പലരും അള്ളാഹുവിന്റെ പല കൽപ്പനകളെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ കാണാറുണ്ട് അല്ലെ. തവാഫ് അതിന് 7 പ്രാവശ്യം, എന്തിനാ ഒരു മാസം മുഴുവനും നോമ്പ് നോൽക്കുന്നത്, അല്ലെങ്കിൽ 5 നേരത്തെ നിസ്കാരം എന്തിനാ? അതായത് ചെയ്യണ്ടാന്ന് താല്പര്യമുള്ളവരാണ് ഇതുപോലെയുള്ള പല കാര്യങ്ങളെയും ചോദ്യം ചെയ്യുക അല്ലെ. അപ്പം നമ്മൾ ദീനിലുള്ള പല കാര്യങ്ങളും നമ്മളുടെ മനസ്സിന്, കാരണം നമ്മൾ എത്രത്തോളം നിസ്സാരമായിട്ടുള്ള ബ്രെയിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിനെ അപേക്ഷിച്ച് നോക്കും. കാരണം അള്ളാഹുവിന്റെ ഹിക്മത്തുമായിട്ട് എവിടെയും എത്താനുള്ള ഒരു കഴിവും നമുക്കില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നല്ല ബ്രെയിൻ തന്നെയാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ളത്. പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ ഹിക്മത്തിനെ മനസ്സിലായെങ്കിലേ ഞാൻ അത് സ്വീകരിക്കൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ശുദ്ധമായ വിഡ്ഢിത്തം തന്നെയാണ്. അള്ളാഹു അവന് ഉദ്ദേശിച്ചതൊക്കെ ചെയ്യുന്നു. അതിനെല്ലാം അവനൊരു റീസൺ ഉണ്ട്. അത് മനസ്സിലാക്കാൻ നമ്മൾ ആയിട്ടില്ല. ചിലത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുത്ത് ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് റിവീൽ ചെയ്ത് കൊടുക്കുമായിരിക്കും. സുബ്ഹാനല്ലാഹ്. അത് എത്രത്തോളം നമ്മൾ അള്ളാഹുമായിട്ട് ഓടി അടുക്കാൻ ശ്രമിക്കുന്നു, എത്രത്തോളം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മളുടെ ആ കയ്യിൽ കിട്ടിയ കീ ഉണ്ട് അല്ലെ, ഓരോ കീ വെച്ചിട്ട് നമ്മൾ ഓരോ ലെവല് തുറക്കുമ്പോൾ നമുക്ക് ചിലപ്പം അടുത്ത ലെവലുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അത് തുറക്കുമ്പോൾ അടുത്തത് മനസ്സിലാവും. നമ്മൾ ഇതിന് പകരം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരൊറ്റ നിപ്പിൽ നിന്നിട്ട് നമുക്ക് എല്ലാം അങ്ങോട്ട് തന്നേക്കെന്ന് വിചാരിക്കുക ചെയ്യുന്നത്. നമ്മൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നമുക്ക് എല്ലാം അങ്ങോട്ട് പഠിക്കണം, എല്ലാം അങ്ങോട്ട് മനസ്സിലാക്കണം അല്ലെ. പകരം നമുക്ക് കിട്ടുന്ന അറിവുകൾ ഇങ്ങനെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കി വരുമ്പോൾ നാച്ചുറലി നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് വരും. നാച്ചുറലി നമുക്ക് അടുത്തടുത്ത ലെവലിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പാകത അള്ളാഹു സുബ്ഹാനഹു വ തആല തരും. ഓക്കെ, ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത ലെവലിലുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പലതും മനസ്സിലാവില്ല. നമ്മൾ എപ്പോഴും പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട് അല്ലെ. ഒരു 10-30 കൊല്ലം മുമ്പ് അല്ലെ, നമ്മൾ ടൈറ്റ് സൽവാറും ഹാഫ് സ്ലീവ് ബ്ലൗസുള്ള സാരിയും ഒക്കെ ഇട്ട് നടന്നിരുന്ന പല ആളുകളൊക്കെ തന്നെയാണ് ഇവിടെയുള്ള പലരും. അന്ന് നമ്മളോട് നിഖാബ് അല്ലെങ്കിൽ ഹിജാബ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഭയങ്കര പ്രയാസമാകുമായിരുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഒരു സിസ്റ്റത്തിൽ നമ്മളെ അങ്ങനെ വളർത്തി കൊണ്ടുവന്ന് നമുക്ക് വേണ്ട തർബിയകൾ, ചിലത് നമ്മളെ തിയറി പഠിപ്പിച്ചാലും നമ്മൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് അല്ലെ, അത് നമ്മളെ പഠിപ്പിച്ച് അപ്പൊ നമുക്കത് സ്വീകരിക്കാൻ എളുപ്പമായി. അങ്ങനെ നമുക്ക് പലതും സ്വീകരിക്കാൻ എളുപ്പമായി. പണ്ട് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള പലതും നമുക്ക് അള്ളാഹു എളുപ്പമാക്കി തന്നു. അപ്പൊ കീ എന്താന്ന് വെച്ചാൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരുന്നു, നമ്മളത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അത് അതേപടി സ്വീകരിക്കുക, മനസ്സിൽ നിയത്ത് വെക്കുക, മനസ്സുകൊണ്ട് സ്വീകരിക്കുക, മാറാൻ വേണ്ടി നിയത്ത് വെക്കുക, അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്തുകൊണ്ടിരിക്കുക, വീണ് പോവും, വീണ്ടും എഴുന്നേക്കുക, തൗബ ചെയ്യുക, റബ്ബിലേക്ക് ഓടിയെടുക്കുക, റബ്ബിന്റെ സഹായം തേടുക. അങ്ങനെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുതിയത് പലതും നമ്മളെ പഠിപ്പിക്കും. അതെടുത്ത് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോയാൽ മതി. നമുക്ക് പലപ്പോഴും നമ്മളൊക്കെ വിഷമിക്കുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന, പലരും പ്രയാസമായിട്ട് പറയുന്ന ഒരു കാര്യം, ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് എനിക്ക് മാറാൻ പറ്റുന്നില്ല, ഞാൻ അങ്ങനെ ആക്കിയിട്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റൂല. നമ്മൾ മനുഷ്യന്മാരാണ്, അത് മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ സഹായം ഉണ്ടെങ്കിൽ തന്നെ പറ്റുള്ളൂ. അതും ഇന്ന് വിചാരിച്ച് നാളെ നടക്കുന്നതല്ല പല കാര്യങ്ങളും. കാരണം അത്രയും കറപ്റ്റഡാണ് നമ്മളുടെ നഫ്സ് എന്ന് പറയുന്ന സിസ്റ്റം. അത്രയും കറപ്ഷനാണ്. ഇപ്പൊ നമ്മളൊരു നാട്ടിലെ ഭരണാധികാരികൾ അല്ലെ, ഒരുപാട് കറപ്ഷനും ഒരുപാട് അഴിമതികളും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ സുപ്രഭാതം കൊണ്ട് അതെല്ലാം കൂടെ മാറ്റിയിട്ട് ഏറ്റവും നീതിപൂർവമായ ഒരു ഭരണം നടത്താന്ന്
നടക്കും തോന്നുന്നുണ്ടോ? നമുക്കിന്ന് ശരിക്കും അറിയാം അല്ലേ, നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണെന്ന്. അങ്ങേയറ്റം കറപ്ഷനാണ്, അങ്ങേയറ്റം പ്രശ്നങ്ങളാണ്. ഇതൊരൊറ്റ രാത്രി കൊണ്ട്, ഒറ്റ പകൽ കൊണ്ട് മാറും തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു മാറ്റം വേണമെങ്കിൽ അതിന് വർഷങ്ങളോളം എടുക്കും. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതം, നമ്മളുടെ നഫ്സുകൾ അത്രയും കറപ്റ്റഡ് ആണ്, അത്രയും വേണ്ടാത്തതിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്നിട്ട് അള്ളാഹുവിന്റെ ഔദാര്യമാണ് നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയില്ല. അവള് പോയി, അവളുടെ കാര്യം പോക്കനി, അവളെ നന്നാക്കണ്ടെന്ന് വെച്ചാൽ അള്ളാഹു നമ്മളെ കൈ ഒഴിഞ്ഞിട്ടില്ല അല്ലെ. അള്ളാഹു വീണ്ടും 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 വന്നിട്ട് നമ്മളെ പഠിപ്പിച്ച് തന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ പഠിപ്പിക്കുന്നത് പൂർണ്ണമായ മനസ്സോടുകൂടി സ്വീകരിക്കുക, അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക, അതിനുവേണ്ടി റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യുക. വീണ്ടും എത്രയോ പ്രാവശ്യം ഞാൻ പറയാണ്, കാരണം ഇതേ ഉള്ളൂ ഒരു കീ. പലരും ഷോർട്ട് കട്ട് ചോദിച്ചു വരാറുണ്ട്. അങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഈ കാര്യത്തിലൊന്നും ഇല്ല. ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, മരണം വരെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, മരണം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചുകൊണ്ടിരിക്കും, മരണം വരെ അള്ളാഹു എളുപ്പം തരും. പക്ഷെ നമ്മളത് ചോദിച്ചുകൊണ്ടിരിക്കണം, നമ്മളത് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഫെയിൽ ആവണം. ഫെയിൽ ആകുമ്പോൾ പിന്നെയും നമ്മൾ തൗബ ചെയ്ത് മടങ്ങണം, അല്ലെങ്കിൽ റബ്ബിന്റെ അടുത്ത് ചോദിക്കണം, റബ്ബെ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതാണ് റബ്ബിന് വേണ്ടത്, അതാണ് ഉബൂദിയത്ത്. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക, അള്ളാഹുൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ഉടമക്ക് അല്ലെ സന്തോഷം വരണമെങ്കിൽ അതിന്റെ അടിമ അവന് ഡിപ്പെൻഡന്റ് ആയിരിക്കണം. ഓ, നീ ഇപ്പൊ എന്താണെങ്കിലും എന്താ, എനിക്ക് എന്റെ കാര്യം നോക്കാൻ അറിയാമെന്ന് ഒരു അടിമ ഒരു ഉടമയോട്, മനുഷ്യന്മാരുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉടമക്ക് ലേശൊരു ദേഷ്യം വരും അല്ലെ. അവൻ അത്രക്കായോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടത് നമ്മള് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ നമ്മൾ അള്ളാഹുൽ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫെയിൽ ആവണം അല്ലെ. നമ്മൾ പലതും ശ്രമിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാണ്ടാവണം. ഇബ്ലീസ് നമ്മളെ ശല്യം ചെയ്യണം. അപ്പോഴേ നമ്മൾ വീണ്ടും അള്ളാഹുലേക്ക് ഡിപ്പെൻഡ് ചെയ്ത് അടുക്കുള്ളൂ. അപ്പൊ ആരും ഇന്ന് വിചാരിച്ച് ഇന്ന് പഠിച്ച കാര്യം നാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല എന്ന് വെച്ച് കരയേണ്ട. അതേപോലെ നമ്മളെ മക്കളും, അതേപോലെ നമ്മൾ ദഅവ ചെയ്യുന്ന ആൾക്കാരും, അവർക്കും ഇന്ന് പഠിച്ചത് നാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയെന്ന് വരൂല. അവർക്ക് സപ്പോർട്ട് കൊടുക്കുക, സഹായിക്കുക, പ്രശ്നമാക്കണ്ട, നിങ്ങൾ ട്രൈ ചെയ്യുക. പക്ഷെ നമ്മൾ തിരിഞ്ഞു നിൽക്കരുത്. അള്ളാഹുവിന്റെ കൽപ്പന കേട്ട് കഴിഞ്ഞാൽ അതൊന്നും ഇപ്പൊ നടക്കാൻ പോണ കാര്യമൊന്നുമല്ല, അതൊന്നും ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുന്ന കഴിഞ്ഞാൽ അത് പിന്നെ അള്ളാഹ് പറയും, പൊയ്ക്കോ ആ വഴിക്കേന്ന്. ഇവിടെ കണ്ടില്ലേ, ഇവർ ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടും അവരുടെ ഒരു ഇൻഷാ അള്ളാഹ് കൊണ്ടാണ് അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചെന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അഅലം അല്ലെ. അപ്പൊ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒരിത്തിരിയെങ്കിലും നമ്മുടെ മനസ്സിൽ റബ്ബിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമെങ്കിലും നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ റബ്ബ് എന്തായാലും നമ്മളെ റബ്ബിലേക്ക് തിരിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ അത് പൂർണ്ണമായിട്ട് അള്ളാഹുവിന്റെ കാര്യങ്ങൾ, അള്ളാഹു പറയുന്ന കൽപ്പനകൾ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാണെങ്കിൽ അള്ളാഹു അത് എളുപ്പമാക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇവർ ഈ ചോദിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കി വെച്ച കാര്യങ്ങളുണ്ട് അല്ലെ. ഈ പശുവിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം കോംപ്ലിക്കേഷൻ ആക്കിയിട്ടും അവരുടെ മനസ്സിലൊരു തുള്ളി ആഗ്രഹമുള്ളതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സാധ്യമാക്കി കൊടുത്തു. അപ്പൊ നമ്മള് പൂർണ്ണമായ മനസ്സോടുകൂടി റബ്ബിന്റെ കൽപ്പനകൾ അനുസരിക്കണം എന്ന് വിചാരിച്ചിട്ട്, അത് നിയ്യത്ത് ചെയ്തിട്ട്, അതിനുവേണ്ടി ദുആ ചെയ്തിട്ട്, അതിനുവേണ്ടി ശ്രമിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ഫെയിൽ ആകുമ്പോഴൊക്കെ റബ്ബിന്റെ അടുത്ത് സഹായം തേടുമ്പോൾ റബ്ബ് നമ്മളെ സഹായിക്കാതിരിക്കോ? ഒരിക്കലും ഇല്ല. നമ്മൾ ആ പ്രതീക്ഷ കൈവിടാതിരുന്നാൽ മതി, നമ്മൾ ആ തവക്കുൽ നിർത്താതിരുന്നാൽ മതി. നമ്മളുടെ തവക്കുൽ പലപ്പോഴും നമ്മളിൽ തന്നെ ആയി പോകുന്നുണ്ട്. നമ്മൾ തവക്കുൽ ചെയ്തിട്ട് ഒരു കാര്യമില്ല, നമ്മളെ കൊണ്ട് ഇത് പറ്റൂല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. റബ്ബ് ഉണ്ടെങ്കിൽ തന്നെ പറ്റുള്ളൂ. നമ്മൾ നോർമൽ ആയിട്ടുള്ള തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന, വീണു പോകുന്ന, തകർന്നു പോകുന്ന, മറന്നു പോകുന്ന, കെയർലെസ് ആയിട്ടുള്ള, നിസ്സാരരായിട്ടുള്ള മനുഷ്യരാണെന്ന് എപ്പോഴും ഓർമ്മിപ്പിക്കുക. വീണു പോയാൽ വീണ്ടും പൊടിതട്ടി എഴുന്നേൽക്കുക, റബ്ബിലേക്ക് ഓടുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കൽപ്പനകളുടെയും പിന്നിലുള്ള എല്ലാ ഹിക്മത്തും മനസ്സിലാക്കാൻ മാത്രമൊന്നും നമ്മൾ വളർന്നിട്ടില്ല. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ അതേപടി സ്വീകരിക്കുക. ചിലത് നമ്മളിങ്ങനെ അള്ളാഹുവിന്റെ അടുത്തേക്ക് ഓടി ഓടി അടുക്കാൻ ശ്രമിക്കുമ്പം ഓരോ ലെവലിൽ ചിലപ്പോൾ നമുക്ക് പണ്ട് മനസ്സിലാവാത്ത പല കാര്യങ്ങളും അള്ളാഹു നമുക്ക് ക്ലിയർ ആക്കി തരും. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതം കൊണ്ട് തെളിവുള്ള ഉദാഹരണമാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഇസ്ലാമിന്റെ ബേസിക് എന്ന് പറയുന്നത് അള്ളാഹുവിന് കീഴൊതുങ്ങുക. അതാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമ, അല്ലെങ്കിൽ ഉബൂദിയത്ത് എന്ന് പറയുന്നത്, അടിമത്വം എന്ന് പറയുന്നതേ അതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ റിജക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിലൊരു വലിയ കഴമ്പില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ഒഴിവാക്കുക എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ കോപം വിളിച്ച് വാങ്ങുന്ന കാര്യമാണ്. അതായത് അറിഞ്ഞു കഴിഞ്ഞിട്ടും തിരിഞ്ഞു നിൽക്കുന്നവരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം വിളിച്ചു വരുത്തുന്നവർ അല്ലെ. വലദ്ദാലീൻ, സോറി, ഗൈരിൽ മഗ്ദൂബി അലൈഹിം നമ്മൾ പറയുന്നുണ്ട്. ആ കാറ്റഗറീന്റെ കാര്യം നമ്മൾ പറയുന്നത്. അവർക്ക് അറിയാം, പക്ഷെ അവരത് അനുസരിക്കാൻ തയ്യാറില്ല, അവർ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തയ്യാറില്ല. അവർക്ക് ഇൽമുണ്ട്, അമല് ഇല്ലാത്ത ആൾക്കാരാണ്. അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആ കാറ്റഗറിയിൽ പെട്ടു പോകുന്നതിനെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാകട്ടെ.
എന്നാൽ അൽമില്ലാത്ത ഒരു കൂട്ടരുണ്ട് അല്ലെ, വഴികേടിലായവർ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ വലിച്ചു പിടിച്ച് കൊണ്ടുവന്ന് വീട്ടിനകത്ത് ഇരുന്ന് ഇതാ ഫോണൊന്ന് ഞെക്കിയിട്ട് നിങ്ങൾ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇൽമുകൾ ഇങ്ങനെ വാരിക്കോരി നമ്മളുടെ വായിൽ ഒഴിച്ചു തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പൊ ഇൽമില്ലാത്തവരുടെ കൂട്ടത്തിലാണെന്ന് നമുക്ക് പറയാനുള്ള വകുപ്പേ ഇല്ല. അപ്പൊ അൻഅംത അലൈഹിമിൽ പെടണമെങ്കിൽ നമ്മൾ ഈ ഇൽമ കൊണ്ട് ഒക്കെ അമലുകളാക്കി മാറ്റുക. ഒക്കെ ഒക്കെ ഒന്നും അള്ളാഹു പറഞ്ഞ ഒന്നും നമുക്ക് ബുഫേ പോലെ പിക്ക് ആൻഡ് ചൂസ് ചെയ്യാനുള്ളതല്ല. എല്ലാം മനസ്സുകൊണ്ട് സ്വീകരിക്കുക, ജീവിതം കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക, പ്രയാസമുള്ളപ്പോൾ റബ്ബിന്റെ അടുത്ത് ചോദിക്കുക, വീണ്ടും ശ്രമിക്കുക. അതാണ് സബർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. വീണ്ടും 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 ശ്രമിക്കുക. അതേപോലെ നമ്മൾ ചുറ്റുപാടുമുള്ളവരും അങ്ങനെ ശ്രമിക്കുന്നവരാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ തന്നെ നമ്മുടെ ജഡ്ജ്മെന്റ് പകുതിയിലധികം അങ്ങ് ഇല്ലാണ്ടാവും. ഒരു പക്ഷെ അവർക്ക് അയൽമ എത്താത്തവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അയൽമ അവരിൽ എത്തിച്ചു കൊടുക്കുക. ഒരുപക്ഷെ അവർ അയൽമ എത്തിയിട്ടും ശ്രമിച്ചിട്ടും പറ്റാത്തവരായിരിക്കും. അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. ഓക്കെ. അപ്പം ബനി ഇസ്രായേല് അവരുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത കൽപ്പനകള് പിന്നെയും 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 ചോദിച്ച് അവരത് ബുദ്ധിമുട്ടാക്കി മാറ്റിയവരാണ്. അത്തരത്തിലുള്ള കൗമിൽ പെടുന്നതിനെ തൊട്ട് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഈ ബനി ഇസ്രായേലില് അവരെ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം അവർക്ക് ഈ പശുവിനെ കിട്ടിയ ആ ഒരു സ്റ്റോറി അത് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഓതന്റിക് ആണോ എന്ന് അറിയില്ല. എന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു പക്ഷെ ഒരു പാഠം ഉൾക്കൊണ്ടിരിക്കാം എന്നുള്ളത് കൊണ്ട് അതൊന്ന് ഷോർട്ടാക്കി നറേറ്റ് ചെയ്യാം. അപ്പം അവര് ഈ പറഞ്ഞ കണ്ടീഷനൊക്കെ കേട്ടതിന് ശേഷം ഇങ്ങനെയുള്ള ഒരു പശുവിനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും അത്ര എളുപ്പമൊന്നും അല്ല അല്ലെ ഇത് കിട്ടാൻ. അവർ ഒരുപാട് അന്വേഷിച്ചു. അപ്പം ഒരു സ്വാലിഹായ ഒരു മനുഷ്യന് ഒരു മകൻ, അതായത് വാപ്പ മരിച്ചുപോയി, ഈ മകന്റെ ഓണർഷിപ്പിൽ ഇങ്ങനെ ഒരു പശു ഉണ്ടായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. ഓക്കെ. അപ്പം ഇയാൾ മരിക്കുമ്പം ഇയാളുടെ ഭാര്യയും മകനും അയാളുടെ ആകെയുള്ള പൊസിഷൻ, ആകെ അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഈ ഒരു പശുവായിരുന്നു. അതും മൂന്നും ബാക്കി വെച്ചിട്ടാണ് അള്ളാഹുവെ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അയാൾ മരിച്ചതെന്ന് പറയപ്പെടുന്നു. ഇതെല്ലാം സ്റ്റോറിയാണ്. ഓക്കെ, സീറ ചരിത്രമാണ്. ചിലപ്പം സ്വഹീഹാവാം, ചിലപ്പം അല്ലാതിരിക്കാം. ജസ്റ്റ് കിട്ടിയ ഒരു നറേഷൻ ഞാൻ പറയുന്നേ ഉള്ളൂ. ഇത് വേറെ എവിടെയെങ്കിലും ചെന്ന് പറഞ്ഞ് അതിന്റെ മേലെ ആരും ഒരു ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ട. ഓക്കെ. അപ്പം ഇങ്ങനെ ഭാര്യയും മകനെയും ഏൽപ്പിച്ചു. അപ്പം ഇതിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട്, അതായത് ബനി ഇസ്രായേലിന്റെ ഒരു സ്വഭാവം അറിയുന്നത് കൊണ്ട് തന്നെ ഇവർ പരമാവധി ഈ പശുവിനെ സേഫ് ആക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ എങ്കിലും അവർ ഈ പശുവിനെ ബനി ഇസ്രായേൽ ഈ പശുവിനെ കണ്ടു, ഈ കുട്ടിയെയും കണ്ടു. അപ്പൊ കുട്ടീന്റെ അടുത്ത് ഈ പശുവിനെ വിൽക്കുമെന്ന് ചോദിച്ചു. അപ്പം കുട്ടി പറഞ്ഞു ഞാൻ എനിക്ക് എന്റെ ഉമ്മന്റെ അടുത്ത് ചോദിക്കണം. അങ്ങനെ ചോദിച്ച് ഇവർ ചെന്ന് കഴിഞ്ഞപ്പം ഇവർ 3 സ്വർണ്ണ കോയിൻസ് ഓഫർ ചെയ്തു എന്നാ പറയുന്നത് ഈ പശുവിന്. അപ്പൊ ഉമ്മ പറഞ്ഞു ഇല്ല, ഇതൊരു വെറും 3 സ്വർണ്ണ ഗോൾഡ് കോയിന് മാത്രം വർത്ത് ആയിട്ടുള്ള പശുവല്ല, അതിനേക്കാളും കൂടുതൽ വർത്ത് ഉണ്ടെന്ന്. അങ്ങനെ അവർ ഓഫർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരുന്നു. കാരണം ഇവർക്ക് ഇതല്ലാതെ വേറെ രക്ഷയില്ലല്ലോ അല്ലെ. ഈ ഒരു പശു അല്ലാതെ ഇവരെ കണ്ടീഷൻ എല്ലാം ഒത്തത് ഇല്ലതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അവര് ഓഫർ ചെയ്ത് അവസാനം ഈ കുട്ടി പറഞ്ഞു നിങ്ങൾ ഈ പറയുന്നതൊന്നും നടക്കൂല. അതായത് എന്റെ ഉമ്മ സമ്മതിക്കാതെ നിങ്ങൾ ഈ ഒരു പശുവിന്റെ സ്കിന്ന്, അതായത് പശുവിന്റെ തൊലി നിറയെ സ്വർണം നിറച്ച് തന്നാൽ പോലും ഞാൻ എന്റെ ഉമ്മ സമ്മതിക്കാതെ ഈ പശുവിനെ വിൽക്കൂല എന്ന് കുട്ടി പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ ഉമ്മ പറഞ്ഞു എന്നാ പിന്നെ അതാവട്ടെ അതിന്റെ വില എന്ന്. അപ്പം ഈ ഒരു പശുവിന്റെ സ്കിന്ന് നിറയെ സ്വർണം എന്ന് പറയുന്നത് ഭയങ്കര പ്രൈസ് ആയില്ലേ, ഭയങ്കര വിലയായി അത്. അങ്ങനെ ബനു ഇസ്രായേലിന് വേറെ ചോയ്സ് ഇല്ല, കാരണം അവരായിട്ട് ഉണ്ടാക്കിയ കോംപ്ലിക്കേഷൻ ആണത് അല്ലേ. അങ്ങനെ അത് കൊടുത്ത് ഈ പശുവിനെ വാങ്ങി എന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു അഅലം. ഓക്കെ. അപ്പം 2 കാര്യങ്ങൾ ഇതില്. ഒന്ന്, അവര് കോംപ്ലിക്കേറ്റഡ് ആക്കിയത് കൊണ്ട്, അവരത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം മനസ്സുകൊണ്ട് സ്വീകരിക്കൂല എന്ന് പറഞ്ഞത് കൊണ്ട് അവർക്ക് അത് എത്രത്തോളം പ്രയാസമായി എന്നുള്ളത് ഒരു കാര്യം. 2, ഏതെങ്കിലും രീതിയിൽ അവരത് ചെയ്യാൻ തയ്യാറായി എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരതിലേക്ക് എത്തിക്കും എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്ര പ്രയാസമുള്ള സിറ്റുവേഷനിലാണെങ്കിലും അള്ളാഹു അത് എളുപ്പമാക്കി തരും. നമ്മൾ പല കാര്യങ്ങളും പഠിക്കുമ്പോൾ അല്ലെ, എന്നാലും അതെങ്ങനെയാണ് അല്ലെ, നമ്മളെ സാഹചര്യത്തിൽ അതെങ്ങനെയാ നമ്മളത് കൊണ്ടുവരിക, നമ്മളെ സമൂഹം ഇങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണല്ലോ, നമ്മൾ ചെയ്തത് ഇങ്ങനെയാണല്ലോ, ഇനി എങ്ങനെയാ അതിനൊരു മാറ്റം വരുത്തുക എന്ന് ചിന്തിക്കുന്നവരാണ്. എപ്പോഴും നമ്മൾ നമ്മളുടെ കഴിവിലും കഴിവുകേടിലും നിന്നുകൊണ്ട് ചിന്തിക്കുന്നതാണ്. എല്ലാം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കിയാൽ അല്ലെ, അള്ളാഹുവിന്റെ കഴിവുകൊണ്ടാണ് നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്നത്. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല. അള്ളാഹു എളുപ്പമാക്കിയാൽ എളുപ്പമാകാത്ത ഒന്നുമില്ല. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന എനിക്ക് അനുസരിക്കണം
എന്ന് നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിച്ച് അള്ളാഹുവിന്റെ സഹായം തേടിക്കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ പറ്റും. ഏത് ഇമ്പോസിബിൾ ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യവും നമുക്ക് അള്ളാഹു എത്തിച്ചു തരും. ഇവിടെ ശരിക്കും ഇതൊരു അത്ഭുതം പോലെ, ഇപ്പൊ ഈ കഥ ശരിയാണെങ്കിൽ, അള്ളാഹു ആലം, ശരിയാണെങ്കിൽ ഇത് ശരിക്കും ഒരു അത്ഭുതമാണ് അല്ലെ, ഇത്രയും കണ്ടീഷനുള്ള ഒരു പശുവിനെ അവർക്ക് കിട്ടുക എന്ന് പറയുന്നത്. എന്നാൽ അറ്റ് ദ സെയിം ടൈം അവരത് കോംപ്ലിക്കേറ്റഡ് ആക്കിയതുകൊണ്ട് അവർക്ക് അതിന് അത്രയും വില കൊടുക്കേണ്ടി വന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കാൻ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹിക്മത്ത് അല്ല അള്ളാഹുവിന്റെ ഖദർ സ്വീകരിക്കാൻ നമ്മൾ മടിച്ച് തിരിഞ്ഞു നിൽക്കുമ്പോൾ അത് അള്ളാഹു എന്തായാലും അത് സ്വീകരിപ്പിക്കും നമ്മളെ കൊണ്ട്. പക്ഷെ നമ്മൾ ജീവിതം കൊണ്ട് വലിയ വില കൊടുക്കേണ്ടി വരും പലപ്പോഴും അല്ലെ, വലിയ വില കൊടുക്കേണ്ടി വരും നമ്മുടെ ജീവിതം കൊണ്ട്. അപ്പം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ നമ്മൾ ഒരു സ്റ്റെപ്പ് പോലും പിന്നോട്ട് കാല് വെക്കണ്ട, ഒരു സ്റ്റെപ്പ് പോലും പിന്നോട്ട് കാല് വെക്കണ്ട, തീരുമാനിക്കുക മനസ്സുകൊണ്ട്. അറ്റ് ദ സെയിം ടൈം തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മളോട് തന്നെ പറയാം, നമ്മൾ കഴിവില്ലാത്തവരാണ് റബ്ബേ, എനിക്കിത് അനുസരിക്കണം എന്ന് ആഗ്രഹമുണ്ട് റബ്ബേ. നമ്മൾ പറഞ്ഞ പോലെ എപ്പോഴും നമ്മുടെ സംസാരം റബ്ബിനോടാവട്ടെ. അതാണ് ദിക്ർ അല്ലെ. അള്ളാഹ് എനിക്കിത് നീ പറഞ്ഞത് അനുസരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് റബ്ബേ, അത് സീരിയസ് ആക്കി എടുക്കാം. ഓക്കെ, നമ്മുടെ പാസിംഗ് തോട്ട്സ് ആയി പോകരുത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളത്. സീരിയസ് ആക്കി എടുത്ത് റബ്ബിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക, റബ്ബിനെ വിടാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എല്ലാ വക്തിലും ദുആയിലും തഹജ്ജുദിലും എല്ലാ സമയത്തും റബ്ബെ എനിക്കത് അനുസരിക്കണം, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, നീ എന്നെ സഹായിക്കും റബ്ബെ. റബ്ബ് എന്തായാലും സഹായിക്കും. ഓക്കെ, അതാണ് നമ്മൾ ഒരു മുഅ്മിന്റെ അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ ജീവിതം എന്ന് പറയുന്നത്. ജീവിതം മീൻസ് നമ്മുടെ ലൈഫ് ലോങ്, നമ്മുടെ മരണം വരെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അങ്ങനെ ആ ട്രൈ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് കുറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവും, എന്നാലും ഉണ്ടാവും കുറച്ചും കൂടെ. അത് വീണ്ടും ട്രൈ ചെയ്യുക, റബ്ബിന്റെ അടുത്ത് സഹായം തേടുക. അതാണ് നമ്മളുടെ ജീവിതം മരണം വരെ. അത് മനസ്സിലാക്കുക, ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുക. വീണു പോവുക, പൊടി തട്ടി വീണ്ടും എഴുന്നേക്കുക, വീണ്ടും ശ്രമിക്കുക. അത് അങ്ങനെ മരണം വരെ കൊണ്ടുപോവുക, റബ്ബിന്റെ തൃപ്തിയിലായിക്കൊണ്ട് മരിക്കുക. റിസൾട്ട് തരുന്നവൻ റബ്ബാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാർഗത്തിൽ നിന്ന് ഒരിത്തിരിയും പിന്നോട്ട് പോകാൻ തോന്നുന്ന ആൾക്കാരിൽ പെടാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.